ഉന്നാവ് ബലാത്സംഗ കേസിൽ ബി.ജെ.പി. മുൻ എം.എൽ.എ. കുൽദീപ് സിംഗ് സെംഗാറിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സിബിഐയുടെ അപ്പീലാണ് ഈ നടപടി. 4 ആഴ്ചക്കകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസും അയച്ചു. അതിജീവിതയും മാതാവും കോടതിയിൽ എത്തിയിരുന്നു. जिनका नाम मतलब तो नहीं, लेकिन वो अलग अलग तरीके से सुप्रीम कोर्ट में लिस्टिंग हुई थी, सीबीआई ने फाइल किया था, उसके जो हाई कोर्ट में रिलीफ मिला था। ये चीज तो मेंशन नहीं कि ये सेपरेट चीज है, उसके लिए हम जो लीगल प्रोसीजर है वो हम आगे देखेंगे. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, കുൽദീപ് സിംഗ് സെംഗാറിന് തിരിച്ചടിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അടിയന്തരവാദം അത് സിബിഐ നൽകിയ അപ്പീലിൽ ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി പെട്ടെന്ന് പറയുകയായിരുന്നു. അങ്ങനെ അതിന്ന് പരിഗണിച്ചപ്പോൾ തന്നെ നേരത്തെ ഹൈക്കോടതി എടുത്തിരിക്കുന്ന ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി. എന്താണ് കോടതി നിരീക്ഷണങ്ങൾ? ഉന്നാവ് ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ആ നിയമ പോരാട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഈ തീരുമാനം അത് ഒരു താൽക്കാലിക ആശ്വാസമായി തന്നെ കാണേണ്ടി വരും. കാരണം വിചാരണ കോടതിയായിരുന്നു ജീവപര്യന്തം ശിക്ഷ കുൽദീപ് സിംഗ് സെൻഗാറിന് വിധിച്ചത്. ഇതാണ് ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചത്. ഒപ്പം ഈ പ്രതിക്ക് കേസിൽ ജാമ്യം നൽകുകയും ചെയ്തു. ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചത് ഈ IPC പ്രകാരം MLA പൊതുസേവകനായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പോക്സോ നിയമപ്രകാരമുള്ള 5C സെക്ഷൻ നിലനിൽക്കില്ല, ഈ കേസിൽ നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഈ ശിക്ഷ മരവിപ്പിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് വന്നപ്പോൾ CBIക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരായത്. ശക്തമായ വാദം CBIക്ക് വേണ്ടി SG ഉന്നയിക്കുകയുണ്ടായി. വിചാരണ കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് ഈ ഒരു വിധി പ്രസ്താവിച്ചത്. എന്നാൽ ചില സാങ്കേതികത്വം കാട്ടിയാണ് ഈ ഡൽഹി ഹൈക്കോടതി ഈ ശിക്ഷ മരവിപ്പിച്ചത് എന്ന് വാദിക്കുകയുണ്ടായി. എന്തായാലും ഇതിൽ ഈ കേസ് ഒരു നിർണായകമായിട്ടുള്ള വളരെ വ്യത്യസ്തമായ കേസാണ് എന്ന് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ആണ് സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയുടെ ആ ഉത്തരവ്, വിചാരണ കോടതി വിധിച്ച ശിക്ഷാവിധി മരവിപ്പിച്ച ആ ഉത്തരവ് ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അപ്പീലിൽ തുടർന്നും വാദം കേൾക്കുന്നതായിരിക്കും. അതിനായി ഈ എതിർഭാഗം പ്രതിഭാഗത്തിന് നോട്ടീസ് നൽകി മറുപടി സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിയോട് ഈ സ്റ്റേ ചെയ്തത് കൊണ്ട് തന്നെ പ്രതിയോട് ജയിലിൽ തന്നെ തുടരേണ്ടി വരും എന്ന കാര്യം കൂടി കോടതി ഇന്ന് അറിയിക്കുകയുണ്ടായി. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിജീവിതയും അമ്മയും സുപ്രീം കോടതിയിലെത്തി. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് ഒരു വരി പറഞ്ഞത് ഈ നിയമ പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും തുടരും, അതായത് ഇനിയും മുന്നോട്ട് തന്നെ പോകും എന്ന കാര്യം അറിയിക്കുകയുണ്ടായി. എന്തായാലും കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ ഈ കേസിലേറെ നിർണായകമായിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും സുപ്രീം കോടതി ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഈ നിർണായക തീരുമാനം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.